അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും ഇസ്ലാമിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന നമ്മുടെ ഇസ്ലാമിക അറിവുകൾ പങ്കുവെക്കുന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എല്ലാവിധ ആഗ്രഹങ്ങളും പെട്ടെന്ന് നടത്തി കിട്ടാനുള്ള ഒരു മാർഗത്തെക്കുറിച്ചിട്ടാണ്. ആ ഒരു മാർഗത്തിലേക്ക് എത്തണമെങ്കിൽ ആദ്യം നമുക്ക് എന്ത് വേണം എന്നതിനെ കുറിച്ചിട്ടാണ് മെയിനായിട്ട് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും ഈ വീഡിയോക്ക് ലൈക്ക് തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല, ഇഷ്ടപ്പെട്ടാൽ ബാക്കിയുള്ളവർക്കും കൂടി എത്തിച്ചു കൊടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. നമുക്കറിയാം, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ നമുക്ക് നേടിയെടുക്കണമെന്ന് അതിയായ മോഹമുണ്ട്. അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് എത്താൻ നമുക്ക് ഭയങ്കര തിടുക്കുണ്ട്. പക്ഷെ നമുക്കൊന്നും ഇല്ലാത്ത ഒരു കാര്യം എന്താണ് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ. അത് ക്ഷമിക്കുന്നവർക്ക് അല്ലാഹു പെട്ടെന്ന് തന്നെ പ്രതിഫലം കൊടുക്കുന്നതാണെന്നാണ്. നമ്മൾ ഒരാളോട് ക്ഷമിച്ചാൽ നമുക്ക് അല്ലാഹു താലയും ക്ഷമിച്ചു തരുന്നതാണ്. അല്ലാഹു താല നമ്മളോട് ക്ഷമിച്ചാൽ, നമ്മുടെ പാപങ്ങളൊക്കെ പുറത്താൽ നമ്മളുടെ ദുആകൾക്കും എത്രയും പെട്ടെന്നാണ് ഉത്തരം കിട്ടുന്നത്. നമുക്ക് കുറച്ച് ചരിത്രങ്ങളൊക്കെ നോക്കട്ടോ ക്ഷമയെക്കുറിച്ചിട്ടുള്ളത്. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു, അതായത് അദ്ദേഹം ജോർദാനിൻ്റെ മരുഭൂമിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വഴി തെറ്റി വന്ന് ഒരു പട്ടാളക്കാരനെ കണ്ടുമുട്ടാനിടയായി. പട്ടാളക്കാരൻ ആക്ച്വലി വഴി തെറ്റിയായിരുന്നു ആ വഴിയിലൂടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഇങ്ങനെ പരിഭ്രാന്തിയിൽ മരുഭൂമിയിലൂടെ അലഞ്ഞു നടക്കുന്ന ഒരു വിധത്തിലായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത്. ആ സമയത്ത് പട്ടാളക്കാരൻ ചോദിച്ചു, ടൗണിലേക്കുള്ള വഴി ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഇയാൾക്ക് ഖബറാണ് കാണിച്ചു കൊടുത്തത്. അയാൾ ചോദിച്ചു, നിങ്ങളെന്തെന്നെ കളിയാക്കുകയാണോ? മനുഷ്യന്മാർ പാർക്കുന്ന ഇടമാണ് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞപ്പോൾ അയാൾ അപ്പോഴും ഇതേ പ്രവൃത്തിയായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. ഇത് കണ്ടപ്പോൾ ആ പട്ടാളക്കാരൻ അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് അയാൾ എന്ത് ചെയ്തു, ചാട്ടവാറ് കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ മുഖത്തങ്ങടിച്ചു. എന്നിട്ട് ആ സമയത്ത് അദ്ദേഹം മുഖത്തടിച്ച സമയത്ത് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ, എന്നെ ഉപദ്രവിച്ച ഈ ഒരു മനുഷ്യന് സ്വർഗം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതും കേട്ടു. അതൊക്കെ കഴിഞ്ഞ് അയാളെ വഴിക്ക് പോയി. എന്തിനാണ് ഇങ്ങനെ മാപ്പ് കൊടുക്കുന്നത് എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ടാവും. ഈ സമയത്ത് അവസാനം അദ്ദേഹം ടൗണിലേക്ക് എത്തി. നല്ലൊരു വഴിയിലൂടെ പോയിട്ട് അയാൾ ടൗണിലേക്ക് എത്തി. ആ സമയത്ത് അദ്ദേഹം ഇങ്ങനെ കൂട്ടുകാർക്കിടയിൽ സംസാരിച്ച സമയത്ത് പറയുണ്ടായി, ഞാനിങ്ങനെ വന്നപ്പോൾ ഒരാളോട് ഞാനിങ്ങനെ വഴി ചോദിച്ചു. അപ്പോൾ അയാൾ എനിക്ക് ഖബറാണ് കാണിച്ചു തന്നത്. ഒരുപാട് വട്ടം കറക്കിയപ്പോൾ ഞാളുടെ മുഖത്തങ്ങ് അടിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ ആൾക്കാരിങ്ങനെ ഒരു വിധത്തിൽ ഇങ്ങനെ ചിന്തിച്ചു, ആരായിരിക്കും അത്? എന്നാലും ഇങ്ങനെ മരുഭൂമിയിലൂടെ കലഞ്ഞു നടക്കുന്ന ഒരാൾ എന്നൊക്കെ ആലോചിച്ചപ്പോൾ അവർക്ക് ഏകദേശം ഒരു ഊഹം മനസ്സിൽ, രൂപസാദൃശ്യങ്ങൾ, അയാളുടെ രൂപത്തിനെ കുറിച്ചിട്ടും ഒക്കെ അവർ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു, അത് ഒരുപക്ഷെ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ആയിരിക്കട്ടോ എന്ന് പറഞ്ഞു. ആ സമയത്ത് അയാൾ പറയാണ്, എനിക്ക് അയാൾ അടിച്ചപ്പോൾ തോന്നിയൊരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് വേണ്ടി അയാൾ ദുആ ചെയ്തു, എന്നെ ഉപദ്രവിച്ച ആൾക്ക് നീ സ്വർഗം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് ദുആ ചെയ്യുന്നത് കേട്ടു എന്ന് പറഞ്ഞു. ഇതും കൂടി കേട്ടപ്പോൾ പിന്നെ ആൾക്കാർക്ക് ഉറപ്പായി അതാരായിരുന്നു എന്നൊരു കാര്യത്തിൽ. അദ്ദേഹത്തിനോട് പറഞ്ഞു, അത് നീ വിചാരിക്കുന്ന ഒരാളല്ല, അത് ഇന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അയാൾ ഓടിച്ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാൽക്കലിലേക്ക് വീണ് മാപ്പ് പറഞ്ഞു. എനിക്ക് പുറത്തു തരണ്ട കേട്ടോ, ഞാൻ അറിയാതെ അടിച്ചു പോയതാണെന്നൊക്കെ പറഞ്ഞിട്ട് മാപ്പ് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, എന്തിനാണ് എന്നോട് മാപ്പ് പറയുന്നത്? കാരണം എനിക്ക് സ്വർഗം കിട്ടാൻ ഒരുപക്ഷെ അത് കാരണമാവും. നിങ്ങളെന്നെ മുഖത്തടിച്ചല്ലോ. ആ മുഖത്തടിച്ച സമയത്ത് ആ ഒരു വേദന, അത് ഭയങ്കര വേദനയാണ്, വല്ലാത്തൊരു വേദനയാണ്. അപ്പോൾ ആ ഒരു വേദന ഞാൻ ക്ഷമിച്ചാൽ ആ ക്ഷമയുടെ കാരണം കൊണ്ട് എനിക്കൊരു പക്ഷേ സ്വർഗം കിട്ടിയാലോ? അപ്പം അതിന് നിങ്ങളല്ലേ കാരണക്കാരാവുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചതെന്ന് പറഞ്ഞു. നബിതങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, മുഅ്മിനായ ഒരു മനുഷ്യന് അസുഖം അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള വയ്യായ്കകൾ, വേദനകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അയാളത് ക്ഷമിച്ചാൽ അയാൾക്ക് ഒരു പക്ഷേ സ്വർഗം വരെ കിട്ടാൻ അത് കാരണമാവും. കാരണം അയാളുടെ പാപങ്ങൾ അത്രയും തന്നെ പുറത്ത് കിട്ടാനുള്ള ഒരു കാരണമായിട്ടത് മാറും എന്നാണ്.
അത്രയും പവർഫുള്ളാണ് ക്ഷമ എന്ന് പറയുന്ന ഒരു കാര്യത്തിനുള്ളത്. നമ്മളിൽ പലർക്കും അത് അറിയുന്നതായിരിക്കും. ഇവിടെ സംഭവിച്ചത് തന്നെ നോക്കൂ. അത്രയും വലിയ ഒരാൾ അടിച്ചു. എന്നിട്ട് ആ ഒരു അടിച്ചപ്പോൾ അയാൾക്ക് അദ്ദേഹത്തിന് വേദനിച്ച സമയത്ത് ദുആ ചെയ്തത് പോലും എന്നെ ഉപദ്രവിച്ച ഈ വ്യക്തിക്ക് നീ സ്വർഗം കൊടുക്കണേ റബ്ബേ എന്നാണ്. കാരണം ആ ക്ഷമിച്ച കാരണം കൊണ്ട് ഇദ്ദേഹത്തിന് സ്വർഗം കിട്ടിയാൽ അതിന് കാരണക്കാരനാവുന്നത് ഈ അടിച്ച വ്യക്തിയാണല്ലോ എന്നോർത്തിട്ട്. അത്രയും പവറാണ് ക്ഷമ എന്ന് പറയുന്ന ഒരു കാര്യത്തിനുള്ളത്. അല്ലാഹു തആല നമ്മൾ എല്ലാ പാപങ്ങളും പുറത്തു തരും. അതാണ് അദ്ദേഹം പറഞ്ഞത്. അയാൾ നമ്മളെ ഉപദ്രവിച്ചാൽ വേണ്ടതിനും വേണ്ടാത്തതിനും എല്ലാം നമ്മൾ തിരിച്ചു പകരം വീട്ടാൻ നിൽക്കും. പക്ഷേ അത് മൃഗങ്ങളുടെ സ്വഭാവമാണെന്നാണ് കേട്ടോ. മൃഗങ്ങളാണല്ലോ പകരത്തിന് പകരം ചെയ്യുന്നവൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അതുപോലെ ആവാൻ പാടില്ല. മനുഷ്യന്മാർക്കിടയിൽ അങ്ങനെയല്ല ഐക്യവും ഇതെല്ലാം വരേണ്ടതെന്നാണ് കേട്ടോ. സൈനുൽ ആബിദ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം വുളു എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിന്നപ്പോൾ അവിടെ ഒരു അടിമപ്പെണ്ണുണ്ടായിരുന്നു. ആ അടിമപ്പെണ്ണാണ് ഒരു കൂജയിൽ ഇങ്ങനെ വെള്ളം കൊണ്ടുവരുന്നത്. ഈ സമയത്ത് ആ കൂജ താഴെ വീഴാണ്. വുളു എടുക്കാൻ കൊണ്ടുവരുന്ന ആ ഒരു കൂജ താഴെ വീണു. ഒരുപാട് വിലപിടിപ്പുള്ള സാധനമായിരിക്കാം. അത് താഴെ വീണു എന്ന് മാത്രമല്ല, അത് പൊട്ടുകയും ചെയ്തു. ആകെ അവിടെ വെള്ളമായി അത് പൊട്ടുകയും ചെയ്തു. അപ്പോൾ ആ അടിമപ്പെണ്ണ് ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. തൻ്റെ യജമാനൻ എന്നെ എന്തെങ്കിലും ഇപ്പോൾ ചെയ്യും എന്നൊരു രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം നമുക്കറിയാം, വലിയ വലിയ വീടുകളിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ അവിടെ വിലപിടിപ്പുള്ള ആ സാധനങ്ങളൊക്കെ തുടക്കുകയും അടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എങ്ങാനും ആ സാധനം കേടുവന്നാലോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു മോശം സംഭവിച്ചാലോ ഒക്കെ ആ ജോലി ചെയ്യുന്നവർക്ക് പേടിയായിരിക്കും. കാരണം യജമാനൻ എന്ത് പറയും, എന്ത് ചെയ്യും, എന്നെ പിരിച്ചുവിടുമോ എന്നൊക്കെ ഓർത്തിട്ട്. കാരണം അത്രയും വിലപിടിപ്പുള്ള സാധനം. അപ്പോൾ ഇവിടെയും ആ അടിമപ്പെണ്ണ് ഇങ്ങനെ പേടിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ദേഷ്യം കടിച്ച് പിടിച്ച് നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അവിടെ ആകെ വെള്ളമായി, ആ പാത്രം പൊട്ടി ആകെ നാശമായി കിടക്കുകയാണല്ലോ. അപ്പം അദ്ദേഹത്തിന് ദേഷ്യമുണ്ട്. പക്ഷെ അയാളത് കടിച്ച് പിടിച്ച് നിൽക്കുകയായിരുന്നു. അതാണ് അള്ളാഹുവിന് ഇഷ്ടം എന്ന് പറഞ്ഞു. ഇത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു മുറിവും കൂടിയായി. ഇത് വീണ സമയത്ത് ആകെ വെള്ളമായി, മുറിവായി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്നവനാണ്, ഉപകാരം ചെയ്യുന്ന ആളിനുമാണ് അല്ലാഹു തആലയുടെ പ്രതിഫലം. അപ്പോൾ ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കണം എന്ന രീതിയിൽ പറയുമ്പോൾ ഈ അടിമപ്പെണ്ണിന് അദ്ദേഹം മാപ്പ് കൊടുക്കുകയാണ് കേട്ടോ. രണ്ടാമത്തത് ഉപകാരം ചെയ്യുന്ന ആൾ എന്നാണല്ലോ. ആ ഉപകാരം ചെയ്യുന്നത് എന്നതിന് പകരം അദ്ദേഹം എന്ത് ചെയ്തു? ആ അടിമയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം, അടിമയെ മോചിപ്പിക്കുക. പണ്ടൊക്കെ അങ്ങനത്തെ സമ്പ്രദായങ്ങളാണല്ലോ. അടിമപ്പെണ്ണ്, അങ്ങനെ അടിമകളൊക്കെ ഉണ്ടാവുന്ന ഒരു കാലം. അതൊക്കെ എനിക്ക് തോന്നുന്നു 150 വർഷം മുമ്പൊക്കെ ആയിട്ട് ഈ അടിമ പരിപാടികളൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് കാലമായല്ലോ അതൊക്കെ നിർത്തിയിട്ട്. അങ്ങനെ ഈ ഒരു അടിമയെ അദ്ദേഹം മോചിപ്പിക്കണം, സ്വാതന്ത്ര്യം കൊടുക്കണം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മാതൃകയാവേണ്ടത് എന്നാണ് നമ്മൾ ഈ ചരിത്രങ്ങളിലൂടെയൊക്കെ നോക്കാൻ പറ്റുന്നത്. നമ്മുടെ വലിയ ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ക്ഷമിക്കുന്നവരാവണം. എന്നാൽ അല്ലാഹു തആല നമുക്ക് പുറത്തു തരികയും ആ കാരണം കൊണ്ട് നമ്മുടെ ദുആകൾ സ്വീകരിക്കുകയും ചെയ്യും. അബ്ദുൽ മലിക് ഇബ്നു മർവാന്റെ അമവൈ ഭരണാധികാരിയാണ്. ഒരു രാജ്യ സദസ്സിൽ ഇങ്ങനെ ഒരുപാട് പ്രതിനിധികളൊക്കെ വന്നിരിക്കുന്ന ഒരു സദസ്സ്. ആ സദസ്സിൽ അദ്ദേഹം എന്താ ഒരു ആവശ്യത്തിന് വേണ്ടി തൻ്റെ അടിമയെ ഇങ്ങനെ വിളിക്കണം. ഒരു കറുത്ത വർഗ്ഗക്കാരനായ ഒരു അടിമ ഉണ്ടായിരുന്നു അവിടെ. ആ അടിമയെ ഇങ്ങനെ വിളിക്കണം. അപ്പോൾ ഒരു വട്ടം വിളിച്ചു, അയാൾ വന്നില്ല. രണ്ടാമത്തെ വട്ടം വിളിച്ചപ്പോഴും ഈ അടിമ അങ്ങോട്ട് വന്നില്ല. മൂന്നാമത്തെ വട്ടം വിളിച്ചപ്പോഴും അദ്ദേഹം വന്നില്ല കേട്ടോ. അപ്പോൾ അദ്ദേഹം എണീറ്റിട്ട് രാജാവ് എണീറ്റിട്ട് അങ്ങോട്ട് പോയി ചോദിച്ചു, എന്താ നിങ്ങൾ വരാത്തതെന്ന് ചോദിച്ചു. ഈ വന്ന ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് ആ അടിമ പറയാണ്, എന്തിനാ എപ്പോഴും ഇങ്ങനെ വിളിക്കുന്നത്, എപ്പോഴും വിളിക്കണോന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞപ്പോൾ അവരെ കൂടിയിരുന്ന ആൾക്കാർക്കൊക്കെ ഈ രാജാവിൻ്റെ ഒരു അധികാരം അറിയാം. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്തു എന്നറിയാം, അവരുടെ തലയൊക്കെ ഇങ്ങനെ താഴ്ത്തി വെച്ചു. കാരണം അവരുടെ തലയിലേക്ക് ചോര തെറിക്കരുതേ എന്ന് വിചാരിച്ചിട്ട്. കാരണം ആ അടിമയുടെ തല അയാൾ അപ്പം വെട്ടും എന്ന് ഇവർക്കെല്ലാം അറിയാം. അത്രയും വലിയൊരു മറുപടിയാണ്. എന്താ വരാത്തതെന്ന് ചോദിച്ചപ്പോൾ ആളുകൾ ഇങ്ങനെ വിളിക്കണോ, ആളുകൾ അയാൾ വിളിച്ചു പറയാം, എല്ലാവരുടെ മുന്നിൽ വിളിച്ചു പറയാണ്, എപ്പോഴും ഇങ്ങനെ വിളിക്കണോ എന്ന് ചോദിച്ചു. അപ്പോൾ രാജാവ് എന്ന നിലയിൽ പറയുകയാണെങ്കിൽ അപ്പം തന്നെ തല വെട്ടും, അങ്ങനെയായിരുന്നല്ലോ.
അവരൊക്കെ തല താഴ്ത്തിയിരിക്കുകയാണ്. അപ്പോൾ രാജാവ് പറയാണ്, നമ്മുടെ സ്വഭാവം മോശമായാൽ നമ്മുടെ അടിമ നന്നാവും, എന്നാൽ നമ്മുടെ സ്വഭാവം നന്നായാലോ അടിമയുടെ സ്വഭാവം മോശമാവും. എന്നാൽ ഈ ഒരു അടിമക്ക് നന്നാവാൻ എൻ്റെ സ്വഭാവം ഞാൻ മോശമാക്കിക്കൂടാ. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ തല പൊക്കി തന്നെ നോക്കാം, ഞാൻ അവന് മാപ്പ് കൊടുക്കുകയാണെന്ന്. എത്ര വലിയ കാര്യമാണല്ലേ ഒരു രാജാവ് എന്നത്. ആണ് ഒരു അധികാരമുള്ള, ഒരു പവറുള്ള സമയത്ത്, എന്തും ചെയ്യാനുള്ള ഒരു പവറുള്ള സമയത്താണ് അദ്ദേഹം ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. തന്നെ ഒരു വിലയുമില്ലാത്ത രീതിയിൽ വിളിച്ചു പറഞ്ഞ ആ അടിമക്ക് അദ്ദേഹം മാപ്പ് കൊടുക്കണം. അധികാരമുള്ളപ്പോൾ ക്ഷമിക്കുന്നതും അധികാരമില്ലാത്തപ്പോൾ ക്ഷമിക്കുന്നതും തമ്മിൽ മാറ്റമുണ്ട്. അപ്പോൾ ഇവിടെ അദ്ദേഹം ഒരു മാതൃകാപരമായ കാര്യമാണ് ചെയ്തത്. എല്ലാവരോടും പറയണം, ഇനി നിങ്ങൾ തല പൊക്കിക്കോളൂ, ഞാൻ ഇയാൾക്ക് മാപ്പ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ പരലോകത്ത് വരെ ആദരിക്കും എന്നാണ്. അധികാരമുള്ള സമയത്ത് നമ്മൾ ക്ഷമിക്കുകയാണെങ്കിൽ. നമ്മുടെ മുൻഗാമികൾ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ് കേട്ടോ ഞാൻ ഈ പറയുന്നതൊക്കെ. വേറെ കാര്യം കൂടി നോക്കാം. ഫാറൂഖ് റളിയല്ലാഹു അൻഹു തൻ്റെ ഭാര്യയുടെ സ്വഭാവ ദൂഷ്യം പറയാൻ പറ്റിയ മറ്റൊരു ഭർത്താവ് ഇവരുടെ വീട്ടിലേക്ക് വന്ന സമയത്ത് അവർ ഒരു വട്ടം ഇങ്ങനെ സലാം പറഞ്ഞു, രണ്ടാം വട്ടം സലാം പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ സലാം പറഞ്ഞു നിന്നിട്ടും ഇദ്ദേഹത്തിനെ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പുറത്ത് കാണാത്തത് കൊണ്ട് ഇവർ തിരിച്ചു പോകാൻ നിൽക്കുമായിരുന്നു. ആളങ്ങനെ വെയിറ്റ് ചെയ്ത സമയത്താണ് ഉള്ളിൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് കേട്ടത്. ചോദിച്ചു, എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം ഈ വന്ന ഭർത്താവ് ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ട് പറയാണ്, എൻ്റെ ഭാര്യ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, അല്ലെങ്കിൽ മറുപടിയായിട്ട് ചോദിച്ചു, നിങ്ങളുടെ കുട്ടികളെ പ്രസവിച്ചത് അവളല്ലേ? പ്രസവിക്കുമ്പോൾ എന്തെല്ലാം കഷ്ടപ്പാടുകൾ അവർ അനുഭവിക്കുന്നുണ്ട്, അവളല്ലേ ഒക്കെ അനുഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ അതെ അവൾ തന്നെയാണല്ലോ പ്രസവിച്ചതെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരുന്നില്ലേ? ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ. വസ്ത്രങ്ങളൊക്കെ അലക്കി തേച്ച് മടക്കി തരുന്നില്ലേ എന്ന് ചോദിച്ചു. അതും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. വീട്ടിലെല്ലാ പണികളും ചെയ്യുന്നില്ലേ? പിന്നെ ഇപ്പോൾ കുറച്ച് നാവിൻ്റെ നീളം ഉണ്ടാവും, അത് നമ്മൾ സഹിക്കന്നെ എന്ന് പറഞ്ഞു. അതായത് അവരുടെ വീട്ടിലും ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ട്. അപ്പോൾ അവിടേക്ക് പരാതിയുമായി ചെന്ന ആളോട് പറഞ്ഞ വാക്കുകളാണിത്. കുറച്ചൊക്കെ നമ്മൾ ക്ഷമിക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരു ഇവിടെ അർത്ഥമാക്കുന്ന ഒരിക്കലും ഭാര്യമാർക്ക് ഒരുപാട് സംസാരിക്കാൻ അല്ലെങ്കിൽ ഒരുപാട് ചീത്ത വാക്കുകൾ പറയാൻ അങ്ങനെയല്ല കേട്ടോ. ഭാര്യയും ഭർത്താവും പാലിക്കേണ്ട കുറേ മര്യാദകളുണ്ട്, അതിനപ്പുറം കവിയരുത്. അതല്ല ഇവിടെ പറയുന്നത്. ഇവിടെ ഈ ചരിത്രം പറയുന്നത് ക്ഷമ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ക്ഷമയെക്കുറിച്ചിട്ട് മാത്രമാണ് ഇവിടെ പറയുന്നത്. എല്ലാ പണിയെടുക്കുന്നത് ഭാര്യയാണ്. അപ്പോൾ കുറച്ച് സംസാരമല്ലേ, അതാണ് ക്ഷമിച്ചളോ എന്ന് പറഞ്ഞത്രേ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇദ്ദേഹത്തിനൊക്കെ കേട്ടൊരു ഇതിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ക്ഷമക്ക് പ്രാധാന്യം ഉണ്ടോ നമ്മുടെ മതത്തിൽ? ക്ഷമ എത്രത്തോളം വലുതാണ് എന്നത്. നമ്മളൊരാളോട് ക്ഷമിച്ചാൽ നമ്മളോട് അല്ലാഹു തആലയും ക്ഷമിക്കും. അങ്ങനെ തന്നെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കൂടാതെ ക്ഷമയും എല്ലാം കൂടാതെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, അത്ഭുത സൂറത്തും കൂടിയുണ്ട് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നടന്നു കിട്ടാൻ വേണ്ടി. അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ളുഹറിൻ്റെ തൊട്ട് മുമ്പ്, ളുഹർ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വുളു എടുക്കണം. ഇന്ന ദിവസം എന്നൊന്നുമില്ല കേട്ടോ, ഏത് ദിവസവും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. വുളു എടുക്കുക. ആദ്യം നമ്മൾ ഇതുപോലെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹലാലായിട്ടുള്ള വലിയൊരാഗ്രഹം നടന്നു കിട്ടും കേട്ടോ. നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യണേ. ളുഹറിൻ്റെ തൊട്ട് മുമ്പായിട്ട് വുളു എടുക്കുക. വുളു എടുത്തിട്ട് നമ്മുടെ ഉദ്ദേശം എന്താണോ അത് മനസ്സിൽ കരുതിയിട്ട് ഏറ്റവും കുറഞ്ഞത് ഒരു പ്രാവശ്യമാണ്, എന്നാൽ നമ്മുടെ മാക്സിമം 33 പ്രാവശ്യമാണ് കേട്ടോ. അങ്ങനെ 33 പ്രാവശ്യം പറ്റുകയാണെങ്കിൽ അത്രയാണ് നല്ലത്. ഇത്രയും പ്രാവശ്യം യാസീൻ ഓതണം. യാസീൻ ഓതിയിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഫലം കിട്ടിയിട്ടുള്ളതാണ്. നമുക്കറിയാം യാസീൻ്റെ പവർ. നമ്മൾ എന്ത് ചെയ്യണം? ഒരു യാസീൻ ഓതണം. തീരെ ഒട്ടും സമയമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഓതണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ഓതുക. ഏറിയ ഏറ്റവും മാക്സിമം 33 വട്ടമാണ് അതിൻ്റെ കണക്ക്. 33 വട്ടം യാസീൻ ഓതിയിട്ട് നമ്മൾ ചെയ്യണം. ഒരുപാട് കാത്തിരിക്കേണ്ടി വരില്ല കേട്ടോ. നമ്മൾ ആ ഒരു സന്തോഷ വാർത്ത എത്രയും പെട്ടെന്ന് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നേടിയെടുക്കാനുള്ള ഒരു സൂറത്ത്.
പിന്നെ നമ്മുടെ ക്ഷമയെക്കുറിച്ചിട്ടാണ് കാര്യമായിട്ടും ഇന്ന് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. പല ചരിത്രങ്ങളും നമ്മൾ നോക്കി. അപ്പോൾ അതൊക്കെ ഉൾക്കൊണ്ട് കണ്ട് നമ്മൾ ജീവിക്കണം. നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയാവണം. എല്ലാം ഉള്ളിലൊതുക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷെ നമ്മളെ കൊണ്ട് ക്ഷമിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഒരു അസുഖം വരുമ്പോൾ അള്ളാഹുവിനോട് ഇങ്ങനെ പറയാം, എനിക്കിത് തന്നതിൽ അൽഹംദുലില്ലാ എന്ന് പറയാം. കാരണം ആ കാരണം കൊണ്ടൊരു പക്ഷെ നമുക്ക് നാളെ സ്വർണ്ണം കിട്ടും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.